തേനീച്ചക്കൂട് മെല്ലെ തുറക്കുക. നമ്മൾ തുറന്നതിന് ശേഷം ഞാൻ ഇനി പറയാൻ പോകുന്നത് ചെറുതേനീച്ചയെ കുറിച്ചിട്ടാണ്. ചെറുതേനീച്ച വളർത്തൽ എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്കും എല്ലാവർക്കും. ഈ തേനീച്ച നമ്മളെ കുത്തില്ല, ഇത് കടിക്കുകയേ ചെയ്യുള്ളൂ. ഇതിന് കുത്താനുള്ള കഴിവില്ല. പിന്നെ ഇതിൻ്റെ തേന് ഭയങ്കര ഔഷധ ഗുണമുള്ള തേനാണ്. 150ൽ പരം പോഷകഗുണങ്ങളുള്ള തേനാണ് ചെറുതേൻ. ഇതെന്താ വെച്ചാൽ നമ്മുടെ ആയുർവേദ സസ്യ തുളസി, തെറ്റി, തഴുതാമ എന്നിവ ആയുർവേദ സസ്യങ്ങളിലെല്ലാം പോയിട്ട് തേനെടുക്കുന്ന മൂലം ഇതിനെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. അതിൻ്റെ കുട്ടികളുടെ സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്ലിയറാവും. പിന്നെ മൂത്രക്കല്ലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഐറ്റമാണ് ചെറുതേൻ. ഇതായിപ്പോൾ ചുമരിൻ്റെ ഉള്ളിൽ ചെറുതേനീച്ചയുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ കൂട്ടിലേക്ക് ആക്കാം, പുറത്തേക്ക് എടുക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ വാട്ടർ ലെവൽ അളക്കുന്ന ഇതേപോലത്തെ ട്യൂബിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക. ഈ വാട്ടർ ലെവൽ അളക്കുന്ന ട്യൂബ് പകുതി ഉള്ളിലും പകുതി പുറത്തുമായിട്ട് ഈ ഹോളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 2-3 ദിവസം ഈച്ച ഈ ഓട്ടയിൽ കൂടെ വേണം പോയിട്ട് വരാൻ. അതിനുശേഷം ഇതേപോലെ ഒരു മൺചട്ടി എടുക്കുക, മൺപാത്രം എടുത്തിട്ട് ഇവങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം ഈ സൈഡിലെല്ലാം മണ്ണ് കൊണ്ട് അടയ്ക്കണം. തേനീച്ച ഈ മൺപാനിയുടെ സൈഡിലൊരു ഓട്ട കുതിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു വാട്ടർ ലെവലിൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഉള്ളിലേക്കും പകുതി പുറത്തേക്ക് ആക്കി വയ്ക്കാം. ഈ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് അഥവാ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈച്ച ഇവിടുന്ന് ഒരു കറക്റ്റായിട്ടൊരു രേഖ, ലക്ഷ്മണരേഖമാരി ഒരു വര വരച്ചിട്ട് അങ്ങനെ ഈ കൂട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവില്ല. ഈ കൂട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ലെവലിൻ്റെ ഈ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ പകുതിയായിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ചട്ടിക്ക് അടിയിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 ആണി അടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു കയറിട്ടിട്ട് നമ്മൾ കെട്ടുക. ഇതേപോലെ തന്നെ അഥവാ നമ്മൾ ഈ മൺപാനി അല്ല വയ്ക്കുന്നുണ്ടെങ്കിൽ വേറെ ഇതേപോലെയുള്ള തേനീച്ച പെട്ടിയാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ട്യൂബ് കുറച്ചും കൂടി നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെച്ചതിന് ശേഷം ഈച്ച പോയി വരാൻ തുടങ്ങുമ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുക ഒരു ഓട്ടയിൽ. അതേപോലെ ഈ അറ്റത്ത് ഇതേപോലെ ചെറിയൊരു പീസും ഈ ഓട്ടയിൽ ഇവിടെ ഫിറ്റ് ചെയ്യുക, പകുതി ഉള്ളിലും പകുതി പുറത്തായിട്ട്. ഇപ്പോൾ തേനീച്ച നമ്മൾ വെച്ച പൈപ്പിലൂടെ വന്നു പോകാൻ തുടങ്ങി. അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് വെച്ചു. ഇനിയൊരു 3 മാസം കഴിയുമ്പോൾ ഈ കൂട്, ചുമരുള്ള കൂട് ഇതിലേക്ക് ഷിഫ്റ്റായി ഉണ്ടാവും. പിന്നെ ഈ കൂടിനെ നമ്മൾ ചട്ടി ഇതിനെ പൊട്ടിച്ചിട്ട് ഇതുപോലെയുള്ള
പെട്ടികളിൽ ആക്കാം. അതിനുശേഷം നമ്മൾ ഈ പെട്ടി വിഭജിച്ചിട്ട് നമ്മൾ കൂടുതൽ പെട്ടി ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ചെറുതേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈച്ച കൂടുതൽ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈച്ചയെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റുക. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് ആദ്യം നമ്മൾ ചെറിയ ഹോൾസ് ഇടണം, അതിനുശേഷം വേണം മാറ്റാൻ. കൂട്ടിലെ ഈച്ചയുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 2-3 ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറുതായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ ഈച്ച ആണല്ലേ, ഈച്ചകളെല്ലാം ബോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിലെ ഏകദേശം പകുതിയോളം ഈച്ചകളും പുറത്തേക്ക് വന്നു. ഏകദേശം ഈച്ചകളൊക്കെ പുറത്തേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ തേനെടുക്കുന്നതാണ്. ചെറുതേനീച്ച കൂടെ എങ്ങനെ തുറക്കുക, എങ്ങനെ തേനെടുക്കുക എന്ന് കാണിച്ചു തരാം. തേനീച്ചതെല്ലാം മെഴുകി വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവും. തേനീച്ചക്കൂട് മെല്ലെ തുറക്കുക. നമ്മൾ തുറന്നതിന് ശേഷം ഇതിൽ ഈ കാണുന്നതാണ് തേന്. ഇതെല്ലാം ഇതിൻ്റെ മുട്ടയാണ്. ഈ കാണുന്നതും മുട്ടയാണ്. ഈ തേനെ നമ്മൾ എടുക്കുന്നത് ഈ സ്പൂൺ കൊണ്ട് മെല്ലെ കുറച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ വയ്ക്കുക. അരിപ്പയിലേക്ക് ഇങ്ങനെ നമ്മളിടുക. അങ്ങനെ കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ തേൻ മെൽറ്റായിട്ട് താഴെ വീണുള്ളൂ. ഇപ്പോൾ ഈ കൂടിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആണെങ്കിൽ ഇതിന് മേലെ 2 അടപ്പ് വെച്ചിട്ട് നമ്മൾ വേറെ ദൂര സ്ഥലത്ത് ഒരു കൂട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 കൂടായി. നല്ല ഔഷധ ഗുണമുള്ളതാണ് ചെറുതേന്. നമ്മൾ വർഷത്തിൽ 2 ടൈമാണ് തേനെടുക്കുക. ഒന്ന് മാർച്ച് ഏപ്രിൽ സമയത്തും പിന്നെ ഒന്ന് ഡിസംബർ സമയത്തും നമ്മൾ കൂട് 2ആയിട്ട് പിരിക്കും. വൻതേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതേൻ നമ്മൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. നമ്മൾ വർഷത്തിൽ 2 തവണ മാത്രമേ നമ്മൾ ചെറുതേൻ കളക്ട് ചെയ്യുന്നുള്ളൂ. വൻതേനാണെങ്കിൽ നമ്മൾക്കൊരു 15 തവണയെങ്കിലും എടുക്കാൻ സാധിക്കും. വില വെച്ച് നോക്കുകയാണെങ്കിൽ വൻതേനിനെക്കാട്ടിലും 10 ഇരട്ടി വില നമ്മൾക്ക് ചെറുതേനിൽ നിന്നും കിട്ടും. ചെറുതേനീച്ചയെ കുറിച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതേനീച്ചപ്പെട്ടി കൊടുക്കുന്നുണ്ട്, തേന് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ നമ്പർ 99 61 77 68 18.